പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏതൊരു ചെടി നട്ടാലും അത് കുറച്ച് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മൾ നനച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ആദ്യം നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനയ്ക്കണം. അതായത് അതിൻ്റെ ചൂട് വേരിൻ്റെ അടിയിൽ വരെ എത്തുന്ന രീതിയിൽ പോട്ടിലാണെങ്കിലും ശരി, പോട്ട് നിറഞ്ഞ് കവിയണം. ഇപ്പോൾ തറയിലാണെങ്കിലും നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മാവാണ് നട്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇത് നോക്കിയേ, ഇതൊരു മാവ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ലൊരു മാവാണ് കേട്ടോ, കുളമ്പ് മാവെന്ന് പറയും. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇതിൻ്റെ മാങ്ങ നല്ല ഫ്ലഷിയാണ്, നല്ല മധുരമുണ്ട് എന്നൊക്കെ നഴ്സറിക്കാർ പറഞ്ഞു. നമുക്കിനി ഒന്നുകൂടെ നോക്കാം അതിൻ്റെ സവിശേഷതകൾ കേട്ടോ. അപ്പോൾ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി, ഇത് കുറച്ച് വലിയ തൈയാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മളത് നടാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് നടുമ്പോൾ ഇത് പോട്ടിലല്ല കേട്ടോ, മണ്ണിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇത് നടുമ്പോൾ അടിവളമായിട്ട് എന്തൊക്കെ ഇടണം, അതിൻ്റെ കുഴിയുടെ അളവൊക്കെ എത്രയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാവിന് കുഴി എടുക്കുവാണ്. ഇത് എന്താ പറയുക, നമ്മുടെ മുറ്റത്ത് തന്നെയാണ്. ഇവിടെ ഒരു മരം നിന്നാണ്, ഒരു തേക്ക് മരം നിന്നിട്ട് വെട്ടിയിട്ട് ഒരു 4-5 വർഷമായി. അപ്പോൾ ഇതിൻ്റെ കുറ്റിയൊക്കെ എല്ലാം ദ്രവിച്ച് പോയി. അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് അവിടെ ഒരു മാവ് നടാൻ പോവുകയാണ്. അതായത് നമുക്ക് ഈ മാവ് നടാൻ ആവശ്യമായ കുഴി എന്ന് പറയുന്നത് 2 അടി സ്ക്വയറാണ് വേണ്ടത്. അതായത് 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ഇതൊരു കുറച്ച് വലിയ മാവുമാണല്ലോ. പിന്നെ ഈ കുളമ്പ് മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ധാരാളം കായ്ക്കും എന്നാണ് പറയുന്നത്. തന്നെയല്ല 3 കൊല്ലം കൂടുമ്പോൾ ഇത് കായ്ക്കും. എൻ്റെ ഈ മാവെന്ന് പറയുന്നത് 1 വർഷം പ്രായമായതാണ്. അപ്പോൾ 2 കൊല്ലം കൂടും കഴിയുമ്പോൾ അത് കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിവളം നമ്മൾ എന്തൊക്കെയാണെന്നൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മാത്രമേ എല്ലുപൊടി, ഒരു ചിരട്ട ഇട്ടിട്ടുള്ളൂ. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അതൊരു അരച്ചിരട്ട. പിന്നെ ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റാണേ. ഇനി അല്പം മൈക്രോ ന്യൂട്രിയൻസും കൂടി ഇടണം. അപ്പോൾ നമ്മൾ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതും അതുപോലെ തന്നെ വലിയ കേടില്ലാത്ത ഒരു ഐറ്റമാണിത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഴി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ കുഴി എടുക്കുമല്ലോ, അതും കൂടെ ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് വളം മിക്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ എടുത്തു വയ്ക്കുന്ന മണ്ണുണ്ടല്ലോ, അത് നമുക്കിനി ആവശ്യം വരും കേട്ടോ. അതുകൊണ്ടാണ് കൊട്ടയ്ക്കകത്ത് തന്നെ എടുത്ത് വെച്ചത്. നമുക്ക് സൈഡിൽ കൂടെയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് ഈ മണ്ണിന്. കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് 2 അടി നീളം, 2 അടി വീതി, 2 അടി ആഴം. ആ തരത്തിലാണ് നമ്മൾ ഈ മാവ് നടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അടിവളമായിട്ട് ഇട്ട് കൊടുക്കുവാണേ. മുഴുവൻ ഇടുന്നില്ല, നമുക്ക് ഇടയ്ക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇനി അല്പം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൈ നടണം. കണ്ടോ, ഇതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, തൈ നടുമ്പോൾ നമ്മളെ ബഡ് മുകളിൽ നിൽക്കണം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ബഡിൻ്റെ ഭാഗം. ഇത് മണ്ണിൻ്റെ മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കാം. വേരൊന്ന് കാണിച്ചേക്കാം. ഇഷ്ടം പോലെ നിറയെ വേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈ ഇതൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അറിയാമല്ലോ, തൈ നേരെ നിൽക്കണം. ഇനി നമുക്ക് കുറച്ച് വളം കൂടെ ബാക്കിയുണ്ട്. ബാക്കി നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണം. ഡോളമൈറ്റും കൂടെ ഇട്ട് കൊടുക്കണം. മണ്ണിൽ നമുക്കറിയാമല്ലോ ഡോളമൈറ്റ് ഇടുന്ന എന്തിനാണെന്ന്, അസിഡിറ്റി കുറയ്ക്കാൻ. കുറച്ചിട്ട് കൊടുക്കാം. ഈ മണ്ണിൻ്റെ കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്.
വളരെ കുറച്ച് മതി. ഈ ബാക്കി വന്ന വളവും കൂടെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ മണ്ണിടുമ്പോൾ നമ്മൾ ഈ ബഡിൻ്റെ മുകളിൽ വരാതെ മാത്രം അപ്പോൾ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. മതിയല്ലേ? അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ബഡിൻ്റെ താഴെയാണ് മണ്ണിൻ്റെ ലെവൽ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം 2 നേരം, വേനൽക്കാലമല്ലേ ഇത്, 2 നേരവും നനച്ച് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കറിയാമല്ലോ തറയിലാണ് നട്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ഒന്നും വളം ഇടണ്ട. ഇനി 1 മാസത്തിന് ശേഷം ഇനി വളം ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് നട്ടത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.